ഉസ്താദെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്യാമറ അഫ്ലഹ് അസ്സലാം. അഫ്ലഹ് അഫ്ലേന്റെ ക്യാമറിന്റെ മുമ്പിൽ അഫ്ലെ മാത്രം വന്നാൽ മതിയേ. അസ്സലാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്താ പറഞ്ഞത്? ആ ബൈത്ത് എന്ത് ചെയ്യും? ബൈത്ത് പഠിക്കുകയും അതിന്റെ അർത്ഥം പഠിക്കുകയും വേണം. എല്ലാരും പറയണമെന്നല്ലേ? എന്നാ നമുക്ക് തുടങ്ങാം. ആ അഫ്ലഹ് വീഡിയോ ഓൺ ആക്കിക്കോ. ഞാൻ പറയുന്നവര് മാത്രം വീഡിയോ ഓൺ ആക്കുക. പറയാം. അഫ്ലഹ് 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 മൈക്ക് ഓണാണല്ലോ. എന്നാ ഹമദ് ഹമദ് ക്ലിയർ ഇല്ല. അഫ്ലഹ് എന്നാ ആ അസീന ഈ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ആരതാ? ഹന്ന ആരാ? ആ ഹന്ന പാലക്കാട് അല്ലേ? ആ എന്നാ വീഡിയോ ഓൺ ആക്കിയിട്ട് ആ ബൈത്തും അർത്ഥവും. ഏത് ബൈത്ത്? അല്ലോ അപ്പൊ ഇന്നലെ ക്ലാസ്സിനില്ലേനാ? ഇന്നലെ ക്ലാസ് കേട്ടിട്ടില്ല? ഇല്ല. അല്ല അപ്പൊ യൂട്യൂബിൽ വന്നില്ലേ? ലിങ്ക് വന്നില്ലേനോ? റെക്കോർഡ് ക്ലാസ് കണ്ടില്ല. അല്ലോ അത് പറ്റൂല. എല്ലാവരും നല്ല ശ്രദ്ധിച്ച് ക്ലാസ് കേട്ട് നോട്ട് ചെയ്ത് പഠിക്കാണ്ട് പഠിച്ചു എന്നാലേ മുന്നോട്ട് പോകുമ്പോൾ ഒരർത്ഥമുള്ളൂ. മനസ്സിലായല്ലോ? അഫ്ലഹ് അഫ്ലഹ് എത്തിയോ? ആ എന്നാ അഫ്ല വീഡിയോ ഓണാക്കി പാട്. അഫ്ല വീഡിയോ ഓണാക്കാം ആദ്യം. അത് വീഡിയോ ഓണാക്കാം. അഫ്ലെ വീഡിയോ ഓണാക്ക് മോനെ. ആ ഇനി അഫ്ലെ തുടങ്ങിക്കോ. അടി കിട്ടും. പഠിച്ചിട്ടില്ലേ? ആ ഇൻഷാ അല്ലാ നാളേക്ക് റെഡി ആക്കണം കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് പാടി തരണം. പഠിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് പാടി തരണം. ഓക്കെ അഫ്ലഹ്. ആ അടുത്ത് റുഷ്ദ. റുഷ്ദ റുഷ്ദ ആ വീഡിയോ ഓണാക്കി വീഡിയോ ഓണാക്കി.
വീഡിയോ ഓണാക്കാൻ കഴിയണില്ല. എന്ത്? ഇപ്പൊ റിക്വസ്റ്റ് വന്നില്ല അതില്? ഓക്കെ അടിച്ചോളി. ഇപ്പൊ ഒരു റിക്വസ്റ്റ് വന്നില്ല അതില്? അതിൽ ഓക്കെ അടിക്ക്. അടിച്ചു. അപ്പൊ ഓക്കെ ആയി. اطلب متعبا بالندامة مقلئا وبأزم ترك الذنب فيه استقبلا وبراءة من كل هك الآدمي ولهذه الأركان فرعا وكملا. അർത്ഥം ഖേദത്തോടെയും ദോഷങ്ങളിൽ നിന്ന് വിരമിച്ച് ഭാവിയിൽ ചെയ്യില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. ഫുള്ള് പറഞ്ഞോ? ഇല്ല. ബാക്കി മനുഷ്യന്റെ എല്ലാ ഇടപാടുകളിൽ നിന്നും മോചനം നേടിയും ഈ റുക്കുനുകളെല്ലാം പാലിച്ചു നീ തൗബ ചെയ്യുക. അടുത്ത് റബിയത്ത്. റബിയത്ത് റബിയത്ത് ഇല്ലേ? ഉറങ്ങിപ്പോയാ? ഹന്ന ഫാത്തിമ KV. ഹന്ന ഫാത്തിമ KV. ആരാ പറയണേ? എങ്ങനാ? ഇന്ന് ഫിഖ് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇന്നലെ പറഞ്ഞ പാട്ട് പാടിച്ചിട്ട് നമ്മൾ ഫിഖ് തുടങ്ങും. ആരാണ് പറയണ ആളെ മനസ്സിലായില്ല? നിഹാദ്. ഇന്നലത്തെ ക്ലാസ് കേട്ടിട്ടില്ല? റെക്കോർഡ് ക്ലാസ് കേൾക്കണം. എന്താ മോനെ? റെക്കോർഡ് ക്ലാസ് കേൾക്കണം കേട്ടോ. പ്രശ്നമില്ല. നിങ്ങളെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് പേഴ്സണലായി അയച്ചു തന്നിട്ടുണ്ടാവും. ഹന്ന ഫാത്തിമ ചെല്ലു, വേഗം ചെല്ലു, നമുക്ക് ഫിഖ് തുടങ്ങണ്ടേ? ഹന്ന ഫാത്തിമ കാണുന്നില്ലല്ലോ. ഉമ്മാരൊന്നും ക്യാമറയുടെ മുമ്പിൽ വരരുത്. മോള് കാണാതെ പഠിച്ചിട്ടില്ലല്ലേ? നോക്കി ചെല്ലുണ്ടാ? ഇൻഷാ അല്ലാഹ് അടുത്ത ദുറൂസിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇനിയും ചെല്ലിക്കും. അത് എല്ലാരെ കൊണ്ട് ചെല്ലിക്കും. എല്ലാവരും വീഡിയോ ഓണാക്കി ചെല്ലേണ്ടി വരും. ഇന്ന് ക്ലിയർ ആയിട്ട് എല്ലാവരും പഠിച്ചിട്ടില്ല എന്നാ മനസ്സിലാണ്. ആരാണ് ആള്? നമ്മളെ കൊല്ലത്ത് വരുത്തി അൽഫിയ. ചെല്ല്. أطلب متابا بالندامة مقلعا
وبعزم ترك الذنب فيما استقبلا وبراءة من كل حق لازم ولهذه الأركان فرع وكملا. ഖേദത്തോടെയും ദോഷങ്ങളിൽ നിന്ന് വിരമിച്ച് ഭാവിയിൽ ദോഷം ചെയ്യില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തും മനുഷ്യരുടെ എല്ലാ ഇടപാടുകളിൽ നിന്നും മോചനം നേടിയും ഈ റുക്നുകളെല്ലാം പൂർണ്ണമായി അനുസരിച്ച് നീ പൂർണ്ണമായി പാലിച്ച് നീ വളരെ ഉഷാറായി ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാ? ബിസ്ർ പഠിച്ചാ? പാടറ വീഡിയോ ഓണാക്കി പാടേ. അടുത്ത ക്ലാസ്സിന് ഞാൻ ഇന്ന് രാത്രി തന്നെ ചെല്ലിക്കും. ഫാത്തിമ സൊഫാന. അയിനല്ലേ മുക്കിലിയായെന്നല്ലേ? وبعزم ترك ذنبي وبعزم ترك ذنبي فاستقبلا وبراءة من كل حق آدم ولهذه الأركان فيما استقبلا. അർത്ഥം 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 മാത്രമല്ല ഖേദത്തോടെയും ദോഷങ്ങളിൽ നിന്ന് വിരമിച്ചും നിങ്ങൾ തൗബ ചെയ്യുക. പിന്നെ ഇനി പഠിച്ചില്ലെങ്കിൽ എല്ലാരും വീട്ടിലേക്ക് വരൂ. ശരിക്കും പഠിക്കണോ എല്ലാരും? മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ്. നമ്മൾ അടുത്ത് തുടങ്ങിയല്ലേ ഫിഖ്? എല്ലാവരും ശ്രദ്ധിക്ക്. ഏതാ വിഷയം? നോട്ടുണ്ട് എല്ലാവരുടെ അടുത്തും? എല്ലാവരുടെ കയ്യിൽ നോട്ടുണ്ടോ? ഉണ്ട്. നോട്ടില്ലേ? ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങിയാണേ. ഒന്നാമത്തെ ചോദ്യം മയ്യിത്ത് നിസ്കാരത്തിലെ തക്ബീറുകൾ. മയ്യിത്ത് നിസ്കാരത്തിലെ തക്ബീറുകൾ എത്രയാണ്? 4 4 ശരിയാന്ന് പറഞ്ഞാൽ ആരൊക്കെ പേര് പറഞ്ഞോളി? 4 ശരിയാണെന്ന് പറഞ്ഞാൽ പേരെന്തൊക്കെ പറഞ്ഞോളി? പിന്നാരാ? പിന്നെ ഉസ്താദോ? ഉസ്താദ് എന്ന് പറഞ്ഞതിന്റെ ഇടയിൽ വേറെ ആരാ? ഇത്ര ആളുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്താ പറയണേ? സുബൈർ വഴിക്കടവ് എന്ന് പറഞ്ഞ കുട്ടിന്റെ പേരെന്താ? കുട്ടിന്റെ പേരെന്താ?
ഇല്ലേ? ഇൻഷാ അല്ലാ. അപ്പൊ മയ്യിത്ത് നിസ്കാരത്തിൽ എത്ര തക്ബീറുകളാണ്? 4 തക്ബീറുകളാണ്. നമ്മള് പോണേ മയ്യിത്ത് നിസ്കാരത്തിന്റെ പാടേതാ? നമ്മളെ കാസിമാജി മരിച്ച ആരാ മരിച്ചത്? അല്ല, കാസിമാജി മരിച്ചു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള 3 പാഠത്തിലാണുള്ളത് മയ്യിത്ത് നിസ്കാരം അല്ലേ? നമ്മൾ ആ മയ്യിത്തിനെ കുറിച്ചുള്ള ആദ്യ ഭാഗം മുതൽ എന്ത് ചെയ്യാ തുടങ്ങാം. മയ്യിത്തല്ല, രോഗം മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ തുടങ്ങല്ലേ? ഒന്നാമത്തേത് കാസിമാജിക്ക് രോഗമായി. രോഗമായപ്പോ ആരൊക്കെ സന്ദർശിക്കാൻ പോയത്? മൂത്താപ്പയെ സന്ദർശിക്കാൻ പോയി അല്ലേ? ഉസ്താദുമായിട്ട് ആരാ പോയത്? ഖാലിദ് പോയി. അങ്ങനെ ഏതായാലും ഉസ്താദ് എവിടെ എത്തി? നമ്മളെ കാസിമാജി രോഗിയായി കിടക്കുന്ന സ്ഥലത്തെത്തി. അപ്പൊ രോഗിയെ സന്ദർശിച്ചാൽ രോഗിയോട് എന്താ പറയാ? രോഗത്തിൽ ക്ഷമിക്കുക, കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ മരണം പ്രതീക്ഷയെടുക്കുന്ന മരണാസന്നനായ ഒരു രോഗി, അയാൾ ദുആ ചെയ്യേണ്ടത് എന്താണ്? അല്ല, ശരി, ആദ്യം പറഞ്ഞത് തെറ്റി. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി. എന്ത്? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. അത് എഴുതിക്കോളൂ. മരണാസന്നനായ രോഗി ദുആ ചെയ്യേണ്ടത് എന്ത്? എല്ലാവരുടെ പുസ്തകം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, കിതാബ് അല്ലേ? മരണാസന്നനായ രോഗി എന്താണ് ദുആ ചെയ്യേണ്ടത്? ആരാ ഉമ്മാനെ ചായ അടിക്കാൻ വിളിക്കണേ? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. എഴുതിയോ? ബിസ്ര പിന്നെ ഇതാ മാറ്റിയേക്കുണ്ടോ ബിസ്ര? ബിസ്ര പിന്നെ ഇതാന്ന് വിചാരിച്ച് കാത്തുക്കുണ്ടോ? ബിസ്ര എഴുതുന്നില്ലേ? എല്ലാരും എഴുതി നോട്ട് ഗ്രൂപ്പിൽ വിടണം. പലരും വിടുന്നില്ല. ചില ക്ലാസ് ഓണാക്കി വെച്ച് പോയോന്ന് സംശയമുണ്ട്. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു. അതിന്റെ അർത്ഥം എഴുതിക്കോളി. എന്താ? ജീവിതം ഗുണകരമാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ. മരണം സൗണ്ട് വരുന്നില്ലെങ്കിൽ വെള്ളത്തിൽ വെക്കിയാ മതി. കേൾക്കുന്നുണ്ടോ? ആരാ പറഞ്ഞാള്?
അഫ്ലഹുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അഫ്ലഹ പറഞ്ഞത്? ആ അഫ്ലഹിന്റെ സ്ഥലം എവിടെ? വട്ടപ്പാടം. വട്ടപ്പാടോ? വട്ടപ്പാടോ? എഴുതിയോ? എല്ലാരും അർത്ഥം എഴുതിയോ? ഇല്ല. മരണം ഖൈറാകുമ്പോൾ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ സ്ഥലം എവിടെയാന്നോ? ആരാ ചോദിച്ചാള്? മലപ്പുറം തിരൂരങ്ങാടി. ആരാ ചോദിച്ചത്? അഹമ്മദ് സിനാൻ. അഹമ്മദ് സിനാനാ? ഓമച്ചപ്പോയ സിനാന്? സിനാൻ ഓമച്ചപ്പോയാണ്? എന്റെ നാട് ചങ്ങായി, എന്റെ നാട് എവിടെ? ചമ്മാട് ഭാഗത്ത്. എന്റെ നാട് ചമ്മാട് ഭാഗത്ത്. സിനാനല്ലേ ചോദിച്ചത്? ഓമച്ചപ്പോയ സിനാനാണോ? എവിടെയാണ് സിനാന്റെ നാടവിടെ? മൈലമ്പാറ. പാലക്കാട്? മൈലമ്പാറ. അതെവിടെ സ്ഥലം? പാലക്കാടാ? കരുളായില്. കരുളായി? നമ്മളെ ജില്ല. അടുത്തത് അങ്ങനെ പോയിട്ട് അങ്ങനെ കാസിമാജി മരണാസന്നനായി കിടക്കുകയാണ്. അപ്പോഴാണ് ആര് വരുന്നത്? അങ്ങനെ ഉസ്താദ് വന്നു. ഉസ്താദ് ദുആ ചെയ്തു പോയില്ലേ? മരണത്തെ ആഗ്രഹിക്കാൻ പാടുണ്ടോ? മരണത്തെ എന്ത് ചെയ്യണം? ഓർക്കുകയാണ് വേണ്ടത്. മരണത്തെ ആ ഭാഗം ഒന്ന് വായിക്കി. ആ ഭാഗം ഒന്ന് വായിക്കി. വേദന സഹിക്കാൻ കഴിയില്ല. പെട്ടെന്ന് മരിച്ചാൽ മതിയായിരുന്നു. ഉസ്താദ് അങ്ങനെ പറയരുത്. മരണത്തെ കൊതിക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. ജീവിതം ഗുണകരമാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ, മരണം ഖൈറാകുമ്പോൾ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചോളൂ. ഉസ്താദ് ഉപദേശിച്ചു. നിങ്ങൾ ക്ഷമിക്കൂ. രോഗം അല്ലാഹു തആല നൽകുന്നതാണ്. ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ്. നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. അസ്സലാമു അലൈക്കും. ഉസ്താദ് യാത്ര. അങ്ങനെ ഉസ്താദ് പോയി. അങ്ങനെ ഉസ്താദ് പോയ ശേഷം പിന്നീട് വിവരം കിട്ടണ എന്താ? രോഗം മൂർച്ഛിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ എല്ലാവരും കൂടി എന്ത് ചെയ്യണേ? നമ്മളെ കാസിമാജിന്റെ അടുത്ത് എന്താണ് പാരായണം? മരണാസന്നനായ രോഗിയുടെ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? മരണാസന്നനായ രോഗിയെ എന്താണ് ചെയ്യേണ്ടത്? മരണാസന്നനായ രോഗിയുടെ അടുത്ത് എന്തോ ഓതണം? യാസീൻ ഓതുക. എന്നിട്ടോ ഖിബിലയിലേക്ക് തിരിച്ചെടുത്തുക. അത് എഴുതിക്കോളൂ. മരണാസന്നനായ രോഗിയുടെ അടുത്ത് എന്തെല്ലാം ചെയ്യണം? മരണാസന്നനായ രോഗിയുടെ അടുത്ത് എന്തെല്ലാം ചെയ്യണം?
എന്തെല്ലാം ചെയ്യേണ്ടത്? ഒരാള് പറയും, ഒരാള്. ിലേക്ക് തിരിച്ചു കിടത്തുകയും യാസീൻ ഓതുകയും ചെയ്യണം. ആ ആ ആ നമ്മള് റിസ്വാൻ എവിടെ? റിസ്വാന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. റിസ്വാൻ ഇവിടെ ഇല്ലേ? ഉറങ്ങിയോ? ഇല്ല. ആ എഴുതുന്നില്ലേ? എഴുതണ്ട്. ആ എഴുതണം. എറണാകുളത്ത് എവിടെ? എറണാകുളം തമ്മനം. ആ എഴുതിയോ? ശേഷം നമ്മള് കാസിമാജി എന്ത് ചെയ്തു? മരിക്കുമ്പോ എന്താണ് രോഗിക്ക് ചൊല്ലി കൊടുക്കേണ്ടത്? ആ അതും കൂടി അതിന്റെ കൂടെ എഴുതിക്കോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലി കൊടുക്കുക. എന്താ? എന്തോ പറയണ്ടല്ലോ ആരോ. ആ എഴുതി. എന്താ ഒരു സ്കൂളിന്റെ സൗണ്ട്? ആ ചോദ്യോ? മരണാസന്നനായ രോഗിയുടെ അടുത്ത് എന്തെല്ലാം ചെയ്യണം? അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്? ഖിബിലയിലേക്ക് തിരിച്ചെടുത്തി രോഗിയുടെ അടുത്ത് യാസീൻ ഓതണം. രോഗിക്ക് എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലി കൊടുക്കണം. ക്ലിയർ അല്ലേ? ആ മരിച്ച ഉടനെ മയ്യിത്തിനെ എന്തെല്ലാം ചെയ്യണം? മരിച്ച ഉടനെ മയ്യിത്തിനെ എന്തെല്ലാം ചെയ്തു കൊടുക്കണം? ആ ആ കണ്ണുകൾ അടക്കി അവയവങ്ങളെല്ലാം മടക്കി നിവർത്തി മയപ്പെടുത്തുകയും വേണം. ആ അല്ലാ അൽഫിയ എൻ്റെ അമ്മോ, അൽഫി ഉഷാറാണല്ലോ. ഷമീമി അൽഫി മത്സരിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് പരീക്ഷ എടുത്തണ്ടേ? ടെസ്റ്റ് ഇൻഷാ അല്ലാ ടെസ്റ്റ് എടുത്തണല്ലേ? ടെസ്റ്റ് എടുത്താം. നമുക്ക് നോക്കാം ആരാണ് ടോപ്പ്. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ആരാ പഠിച്ചത് നോക്കണം. ഇതിൽ എൻ്റെ ക്ലാസ്സിലുള്ള ഒരാളുണ്ട്, ബിസർ. ബിസ്റ എഴുതുന്നില്ലേ? ആ ഫുൾ മാർക്ക് വാങ്ങിയില്ല കണ്ടല്ലോ. ഇൻഷാ അല്ലാ ആ വേഗം എഴുതി ഉത്തരം എഴുതിയോ? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് ചൊല്ലി മയ്യത്തിന്റെ ഇരു കണ്ണുകളും എന്ത് ചെയ്യുക? അടച്ചു കൊടുക്കുക. പിന്നെ ധരിച്ച നേരിയ ശീല കൊണ്ട് എന്ത് ചെയ്യുക? ആ പിന്നെന്ത് ചെയ്യണം? എങ്ങനെ?
മരിച്ച മരിച്ച ഉടനെ മയ്യത്തിനെ എന്തെല്ലാം ചെയ്യണം? നോട്ട് പുസ്തകത്തില് ബിസ്ര എഴുതിയില്ല അപ്പോ എഴുതിയില്ലേ? വേഗം എഴുതടാ, അത് പരീക്ഷയ്ക്ക് വരൂലേ. അടി കിട്ടും ചെയ്യുന്നത് ഇവിടെ ചൂരലുണ്ട്. ചോദ്യം ഇഞ്ഞും വരണ. ഓക്കെ, മരിച്ച ഉടനെ മയ്യത്തിനെ എന്തെല്ലാം ചെയ്യണം? അതിന്റെ ആൻസർ എന്താ? അതില് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ല എന്ന് ചൊല്ലി 2 കണ്ണുകളും അടച്ചു കൊടുക്കുക. അങ്ങനല്ലേ നമ്മളെ പുസ്തകത്തില് ആ കാസിമാജിദ് മരിക്കാൻ തുടങ്ങണ പാടുണ്ടല്ലോ, ആ പാഠത്തില് ലാസ്റ്റ് ഭാഗത്ത് പേജിലല്ലേ അടച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. അതിനെന്ത് ചെയ്യാ? കൊടുക്കുക കൊടുക്കുക ചെയ്യുക എന്നാക്കുക. മനസ്സിലായില്ലേ? അടച്ചു കൊടുത്തു എന്നുള്ളത് എന്ത് ചെയ്യുക? അടച്ചു കൊടുക്കുക എന്നാക്കുക. നേരിയ വസ്ത്രം പുതപ്പിച്ചു എന്നുള്ളത് പുതപ്പിക്കുക എന്നാക്കുക. മനസ്സിലായില്ലേ? ക്ലാസ് കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? പഠിക്കണില്ലേ? എല്ലാവരും റാങ്ക് വാങ്ങണം പൊതുപരീക്ഷക്ക്. എല്ലാവർക്കും തൗഫീഖ് കേട്ടെ. ബിസ്റൊക്കെ നാട്ടുകാരോട് മുഴുവൻ തോൽപ്പിക്കാൻ തുടങ്ങിയിരിക്കണ് റാങ്ക് കിട്ടാൻ വേണ്ടി. ഞാൻ അറിഞ്ഞേക്കണ്. എഴുതിയോ? ആരോട്? അല്ല ഞാൻ അറിഞ്ഞിക്കണ്. ഇൻഷാ അല്ലാ. എനിക്കറിയാം. ഏതായാലും നമ്മള് പോവാ. ഉത്തരം എഴുതി കഴിഞ്ഞോ? ബിസ്ര എഴുതി കഴിയൂല, ഓനെ സംസാരിച്ചിരിക്കും. അഫ്ല എഴുതിയോ? സന AP, ഫാത്തിമ സന AP എഴുതിയോ? മെഹറിൻ ഫാത്തിമ ഇപ്പൊ ജോയിൻ ചെയ്ത ആളല്ലേ പുതിയതായിട്ട്? മെഹറിൻ ഫാത്തിമ ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്തല്ലേ? സ്ഥലം എവിടെ? തേഞ്ഞിപ്പാലോ? അല്ല എവിടെ? പോത്തുകല്ല്, നിലമ്പൂര്. ഓക്കെ. നമ്മള് തുടരുക. കഴിഞ്ഞങ്ങള് അടുത്ത പാഠം. ആ പാഠത്തിലുള്ളത് കഴിഞ്ഞില്ലേ? ആ പാഠത്തിലുള്ളത് കഴിഞ്ഞോ? അടുത്ത പാഠത്തിൽ എന്താ മയ്യത്തിനെ കുറിച്ച് പറയുന്നത്? അങ്ങനെ തങ്ങൾ ദുആ ചെയ്യത്തില്ലേ? മയ്യത്തിന്റെ കടങ്ങളെ കുറിച്ചും ബാധ്യതകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു.
ഇനി എന്താ ചെയ്യുന്നത്? മയ്യത്തിന് ഇനി എന്ത് ചെയ്യും? വീട്ടിലെടുത്തേക്ക് സമാധിയായി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ ഉള്ളിൽ അടച്ചു കൂട്ടുക അല്ലേ? എന്ത് ചെയ്യൂ? സമാധിയായി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ ഉള്ളിൽ അടച്ചു കൂട്ടണ? ആ, മസ്ജിദിലേക്ക് എടുക്കണം അല്ലേ? ആ, എന്നിട്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആളുകളൊക്കെ എന്ത് ചൊല്ലും? ആ, ആരോ മയ്യത്ത് കൊണ്ടുപോകണ്ട് ഇപ്പൊ തന്നെ. ഏതായാലും ആരോ മയ്യത്തുണ്ടോ ഇയാള്? അപ്പോ ശേഷം മയ്യത്തിന്റെ കൂടെ പോകുമ്പോ എവിടെയാണ് നടക്കേണ്ടത്? നമ്മളെ പുസ്തകത്ത് പറയുന്നില്ലേ? മുമ്പിലായിട്ടാണ് നടക്കേണ്ടത് അല്ലേ? അപ്പൊ എഴുതിക്കോളൂ. ആ ഭാഗം ഒന്ന് വായിക്ക്. ആരാ പറഞ്ഞോളൂ, വായിക്ക് ആ ഭാഗം. വായിക്കൂ സുഹൃത്തെ, വായിക്കൂ. ആ, മയ്യത്ത് മസ്ജിദിലേക്ക് എടുത്തു. ആളുകൾ ദിക്ർ ചൊല്ലി കൂടുതൽ ആളുകളും മയ്യത്തിന്റെ മുന്നിൽ നടന്നു. ജനാസ നിസ്കാരത്തിന് തങ്ങൾ നേതൃത്വം നൽകി. മയ്യത്തിനെ അനുഗമിക്കും, ജനാസയെ അനുഗമിക്കുന്നവർ മയ്യത്തിന്റെ എവിടെയാണ് നടക്കേണ്ടത്? എവിടെ നടക്കുന്നതാണ് നല്ലത്? ആ, എവിടെ നടക്കുന്നതാണ് നല്ലത്? മുന്നിൽ അല്ലേ? ആ, എഴുതിക്കോളി. ജനാസയെ അനുഗമിക്കുന്നവർ മയ്യത്തിന്റെ എവിടെയാണ് നടക്കുന്നതാണ് നല്ലത്? എവിടെ നടക്കുന്നതാണ് നല്ലത്? ജനാസയെ അനുഗമിക്കുന്നവർ, അനുഗമിക്കുക എന്താ? കൂടെ പോവല്ലേ? ആ, ജനാസയെ അനുഗമിക്കുന്നവർ മയ്യത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്നതാണ് ഏറ്റവും നല്ലത്? നമ്മളെ ക്ലാസ് ഇപ്പൊ കട്ടാവേ. വേഗം വേഗം, ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഉണ്ടാവുള്ളൂ. ആ, എഴുതി. ആ, അടുത്തതാണ് നമ്മൾ എന്ത്? നിസ്കാരം തുടങ്ങിയല്ലേ? നിസ്കാരം തുടങ്ങിയല്ലേ? ആ, തങ്ങൾ ഉസ്താദ് പറഞ്ഞ ഭാഗം അൽഫിയ വായിക്ക്. തങ്ങൾ ഉസ്താദിന് തങ്ങൾ ഉസ്താദ് നേതൃത്വം നൽകി. അദ്ദേഹം പറഞ്ഞു, മയ്യത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. നമ്മളെ ചോദ്യം